അതെ, നമുക്കൊരു തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കി നോക്കിയാലോ? നമ്മുടെ തിരുവാതിര നാളിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു പുഴുക്കാണ് തിരുവാതിരപ്പുഴുക്കെന്ന് പറയുന്നത്. കഞ്ഞിയുടെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര രുചിയാണ് കേട്ടോ ഈ ഒരു പുഴുക്കിന്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കപ്പ എടുത്തിട്ടുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, അതുപോലെ കാച്ചിലുണ്ട്, ചെറുകിഴങ്ങുണ്ട്, വൻപയറുണ്ട്, കപ്പയുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് നമ്മൾ അതിൻ്റെ എല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഒരുപോലെ ഒരേ കനത്തിൽ എടുത്തിട്ട് നമ്മൾ ഇത്തിരി ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുവാണ്. അതേ സമയം തന്നെ നമ്മൾ വൻപയർ ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വേറെയാണ് വേവിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വേവ് തമ്മിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അതല്ല തലേദിവസം കുതിർത്ത് വെച്ചതാണെങ്കിൽ നമുക്ക് കിഴങ്ങിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാവേ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇത്തിരി തേങ്ങായും ആവശ്യത്തിന് ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ചേർത്ത് എരിവിനായിട്ട് ഞാൻ ഇത്തിരി കാന്താരിയാണ് എടുത്തേക്കുന്നത്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകായാലും മതി. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചേനയും ചേമ്പും കാച്ചിലും പച്ചക്കായയും കപ്പയും ചെറുകിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ നമ്മൾ അതിലോട്ട് കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ചേർത്ത് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റി എടുത്ത് തന്നെ നമ്മളൊന്നും കൂടി നന്നായിട്ട് ഇളക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ വേറെ വേവിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ വൻപയർ. അപ്പോൾ അതുകൂടി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൻപയറിൻ്റെ വേവ് പാകമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ വേവിച്ചെടുത്തത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു കൈയോളം കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിവേപ്പിലയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് ഇതിൻ്റെ രുചി ഭയങ്കരമായിട്ട് കൂട്ടും കേട്ടോ. അപ്പം നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ആവി കയറി ഇറങ്ങിയാൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. കഞ്ഞിയുടെ കൂടെയോ ഇനി അല്ലാതെയൊക്കെ മോര് കൂട്ടിയൊക്കെ തൈരും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളെന്നൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ തിരുവാതിര നാളിൽ ഒരു തിരുവാതിരപ്പുഴുക്ക് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇനി എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ തിരുവാതിരപ്പുഴുക്കെന്ന് പറയുമ്പം ഇതുപോലെ എല്ലാ വിഭവങ്ങളും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു രുചിയാണ് കേട്ടോ. കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പം മറക്കാതെ തന്നെ എല്ലാവരും